ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ സിലബസ് ക്ലാസ്സിൽ സാംക്രമിക രോഗങ്ങളും രോഗകാരികളും എന്ന ടോപ്പിക്കിൽ നമ്മൾ ഇന്നലെ പഠിച്ചതിൻ്റെ ബാക്കിയാണ് നോക്കുന്നത്. നമുക്ക് ക്ലാസ് ആരംഭിക്കാം. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല ഏതാണ്? കൊല്ലം. ഇന്ത്യയിൽ ആദ്യമായി മങ്കി പോക്സ് റിപ്പോർട്ട് ചെയ്ത ജില്ല കൊല്ലം ജില്ലയാണ്. കൽക്കരി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? ന്യൂമോകോണിയോസിസ്. കൽക്കരി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ന്യൂമോകോണിയോസിസ്. ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗം ഏതാണ്? ഫാർമേഴ്സ് ലങ്. ധാന്യങ്ങളുടെ പൊടി ശ്വസിക്കുന്നത് വഴി ഉണ്ടാകുന്ന രോഗമാണ് ഫാർമേഴ്സ് ലങ്. മടകളിൽ പണിയെടുക്കുന്നവരിലും ഖനി തൊഴിലാളികളിലും ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാണ്? സിലിക്കോസിസ്. സിലിക്കോസിസ് രോഗം ബാധിക്കുന്നത് ശ്വാസകോശത്തെയാണ്. പാറമടകളിലും അതുപോലെ ഖനി തൊഴിലാളികളിലുമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു രോഗമാണ് സിലിക്കോസിസ്. ആസ്പെറ്റോസ് ഫാക്ടറിയിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഏതാണ്? ആസ്പെറ്റോസിസ് ആണ്. ആസ്പെറ്റോസ് ഫാക്ടറികളിൽ പണിയെടുക്കുന്നവരിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ആസ്പെറ്റോസിസ് ആണ്. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകാറുള്ള രോഗം ഏതാണ്? കാർപ്പൽ ടണൽ സിൻഡ്രോം. കോഴി വളർത്തൽ കേന്ദ്രങ്ങളിൽ ജോലി ചെയ്യുന്നവരിൽ ഉണ്ടാകാറുള്ള രോഗമാണ് കാർപ്പൽ ടണൽ സിൻഡ്രോം. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ്. ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് തൈറോയ്ഡ് ഗ്രന്ഥിയെയാണ്. വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് അസ്ഥിസന്ധികളെയാണ്. വാദം, റുമാറ്റിസം, ആർത്രൈറ്റിസ് എന്നിവ ബാധിക്കുന്നത് അസ്ഥിസന്ധികളെയാണ്. ഭ്രാന്തിപ്പശു രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? ഇംഗ്ലണ്ടിൽ. ഭ്രാന്തിപ്പശു രോഗം ആദ്യം റിപ്പോർട്ട് ചെയ്തത് ഇംഗ്ലണ്ടിലാണ്. ആന്ത്രാക്സിന് കാരണമായ രോഗാണു ഏതാണ്? ബാക്ടീരിയയാണ്. ആന്ത്രാക്സിന് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് എന്താണ്? പെല്ലഗ്ര. 4D സിൻഡ്രോം എന്നറിയപ്പെടുന്നത് പെല്ലഗ്രയാണ്. പ്രോട്ടീനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും. പ്രോട്ടീനിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ് ക്വാഷിയോർക്കറും മരാസ്മസും. വിശപ്പിൻ്റെ രോഗം, പട്ടിണി രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏത് രോഗമാണ്? മരാസ്മസ് ആണ്. വിശപ്പിൻ്റെ രോഗം, പട്ടിണി രോഗം എന്നിങ്ങനെ അറിയപ്പെടുന്നത് മരാസ്മസ് ആണ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഹിപ്പോക്രാറ്റസ്. വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് ഹിപ്പോക്രാറ്റസ് ആണ്. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പിതാവ് ആരാണ്? സാമുവൽ ഹാനിമാൻ. ഹോമിയോപ്പതി ചികിത്സാ സമ്പ്രദായത്തിൻ്റെ പിതാവ് സാമുവൽ ഹാനിമാൻ ആണ്. ആയുർവേദത്തിൻ്റെ പിതാവ് ആരാണ്? ആത്രേയ മഹർഷി. ആയുർവേദത്തിൻ്റെ പിതാവ് ആത്രേയ മഹർഷിയാണ്. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ്? മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കൽ. ആയുർവേദത്തിൻ്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലാണ്. ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്ന ആരൊക്കെയാണ്? ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ. ആയുർവേദത്തിലെ ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നത് ചരകൻ, സുശ്രുതൻ, വാഗ്ഭടൻ എന്നിവരാണ്. ആയുർവേദത്തിലെ ത്രിദോഷങ്ങൾ ഏതൊക്കെയാണ്? വാദം, പിത്തം, കഫം. ആയുർവേദത്തിലെ ത്രിദോഷങ്ങളാണ് വാദം, പിത്തം, കഫം. അഷ്ടാംഗ ഹൃദയത്തിൻ്റെ കർത്താവ് ആരാണ്? വാഗ്ഭടൻ. അഷ്ടാംഗ ഹൃദയം എന്ന കൃതി ആയുർവേദവുമായി ബന്ധപ്പെട്ട കൃതിയാണ്. ഇത് രചിച്ചത് വാഗ്ഭടനാണ്. യുനാനി ചികിത്സ ഉടലെടുത്ത രാജ്യം ഗ്രീസാണ്. യുനാനി ചികിത്സ ഉടലെടുത്ത രാജ്യം ഗ്രീസാണ്. അത് ഇന്ത്യയിൽ പ്രചരിപ്പിച്ചത് അറബികളാണ്. അക്യുപഞ്ചർ ചികിത്സാ സമ്പ്രദായം കൊണ്ടുവന്ന രാജ്യം ചൈനയാണ്. അക്യുപഞ്ചർ ചികിത്സാ സമ്പ്രദായം ചൈനയുടേതാണ്. അക്യുപഞ്ചർ സമ്പ്രദായത്തിൽ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത് സൂചി ഉപയോഗിച്ചുള്ളൊരു ചികിത്സാ രീതിയാണ് അക്യുപഞ്ചർ. ശരീരത്തിൻ്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങളാണ് ആൻറ്റിപയററ്റിക്സ്. ശരീരത്തിൻ്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങളാണ് ആൻറ്റിപയററ്റിക്സ്. വേദന സംഹാരികളാണ് അനാൽജസിക്സ്. വേദന സംഹാരികളാണ് അനാൽജസിക്സ്. പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധം ഏതാണ്? ആൻറ്റിവെനം. പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധമാണ് ആൻറ്റിവെനം. ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ പ്രതിയൗഗികങ്ങളെന്ന് പറയും. ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്സ് അല്ലെങ്കിൽ പ്രതിയൗഗികങ്ങൾ.
ആദ്യത്തെ ആൻറ്റിബയോട്ടിക് അല്ലെങ്കിൽ ആദ്യത്തെ പ്രതിയൗകികം ഏതാണ്? പെനിസിലിനാണ്. പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആദ്യത്തെ പ്രതിയൗകികമായ പെനിസിലിൻ കണ്ടുപിടിച്ചത് അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് പെനിസിലിനാണ്. ആൻറ്റിബയോട്ടിക്കുകളുടെ രാജാവ് പെൻസിലിനാണ്. ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മഹാരാഷ്ട്രയിലെ പിംപ്രി. ഇന്ത്യയിൽ പെൻസിലിൻ നിർമ്മിക്കുന്ന ഫാക്ടറി സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലെ പിംപ്രിയിലാണ്. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ചത് എഡ്വേർഡ് ജെന്നറാണ്. ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ ഏതാണ്? വസൂരി വാക്സിനാണ്. എഡ്വേർഡ് ജെന്നറാണ് വസൂരി വാക്സിൻ വികസിപ്പിച്ചത്. ആദ്യമായി വികസിപ്പിച്ച വാക്സിൻ വസൂരി വാക്സിനാണ്. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗം ഏതാണ്? വസൂരി അഥവാ സ്മാൾ പോക്സ്. പ്രതിരോധ കുത്തിവയ്പ്പിലൂടെ നിർമ്മാർജ്ജനം ചെയ്യപ്പെട്ട രോഗമാണ് വസൂരി അല്ലെങ്കിൽ സ്മാൾ പോക്സ്. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2014 മാർച്ച് 27. ലോകാരോഗ്യ സംഘടന ഇന്ത്യയെ പോളിയോ വിമുക്ത രാജ്യമായി പ്രഖ്യാപിച്ചത് 2014 മാർച്ച് 27-നാണ്. പോളിയോ വാക്സിൻ നൽകുന്നത് എത്ര വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്? 5 വയസ്സ്. പോളിയോ വാക്സിൻ നൽകുന്നത് 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കാണ്. പോളിയോ തുള്ളിമരുന്ന് എത്ര തവണ കുഞ്ഞുങ്ങൾക്ക് നൽകണം? 7 പ്രാവശ്യം. 5 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് പോളിയോ വാക്സിൻ നൽകുന്നത്. അതുപോലെ പോളിയോ തുള്ളിമരുന്ന് ഈ 5 വയസ്സിനുള്ളിൽ 7 തവണയായി കുട്ടികൾക്ക് നൽകണം. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പാണ് പാസ്ചർ ചികിത്സ. പേവിഷബാധയ്ക്കെതിരെയുള്ള കുത്തിവയ്പ്പ് അറിയപ്പെടുന്നത് പാസ്ചർ ചികിത്സ എന്നാണ്. ഇന്ത്യയിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ നിർമ്മിക്കുന്നത് പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. തമിഴ്നാട്ടിലെ കൂനൂരിലുള്ള പാസ്ചർ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇന്ത്യയിൽ പേവിഷബാധയ്ക്കെതിരെയുള്ള വാക്സിൻ നിർമ്മിക്കുന്നത്. ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ വാക്സിൻ ഏതാണ്? ജെൻവാക്. ജപ്പാൻ ജ്വരത്തിനെതിരെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ആദ്യ വാക്സിനാണ് ജെൻവാക്. ഡെങ്കിപ്പനിക്കുള്ള പ്രതിരോധ വാക്സിൻ്റെ പേരെന്താണ്? ഡെങ്കു വാക്സിയ. ഡെങ്കിപ്പനിക്കുള്ള പ്രതിരോധ വാക്സിനാണ് ഡെങ്കു വാക്സിയ. കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലെ തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിൽ. കേരളത്തിൽ ഭാരത് ബയോടെക് നിർമ്മാണ നേതൃത്വം നൽകുന്ന ആദ്യ വാക്സിൻ നിർമ്മാണ കേന്ദ്രം ആരംഭിക്കുന്നത് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്ക് തിരുവനന്തപുരത്താണ്. 2020 7 രോഗങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ കുട്ടികളെ വാക്സിനിലൂടെ തടയുവാനായി 2014 ഡിസംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതാണ്? മിഷൻ ഇന്ദ്രധനുസ്. 2020 7 രോഗങ്ങളിൽ നിന്നും ഇന്ത്യയിലെ കുട്ടികളെ വാക്സിനിലൂടെ തടയുവാനായി 2014 ഡിസംബർ 25 കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് മിഷൻ ഇന്ദ്രധനുസ്. DPT കുത്തിവയ്പ്പ് നൽകുന്നത് ഏതെല്ലാം രോഗങ്ങൾ പ്രതിരോധിക്കാനാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. DPT കുത്തിവയ്പ്പ് നൽകുന്നത് ഏതെല്ലാം രോഗങ്ങൾ പ്രതിരോധിക്കാനാണ്? ഡിഫ്തീരിയ, വില്ലൻ ചുമ, ടെറ്റനസ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ച ആരാണ്? ആൽബർട്ട് സാബിനാണ്. ഓറൽ പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനും. ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, അതായത് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന വാക്സിനാണത്, അത് കണ്ടുപിടിച്ചത് ജോനസ് ഇ സാൽക്കാണ്. ഓറൽ പോളിയോ വാക്സിൻ വായിലൂടെ നൽകുന്ന തുള്ളിമരുന്നാണ്, അത് കണ്ടുപിടിച്ചത് ആൽബർട്ട് സാബിനും. ഇഞ്ചക്ഷൻ ചെയ്യുന്ന പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനസ് ഇ സാൽക്കുമാണ്. റാബീസ് വാക്സിൻ കണ്ടുപിടിച്ചത്, അതായത് പേപ്പട്ടി വിഷബാധയ്ക്കെതിരെയുള്ള വാക്സിനാണ് റാബീസ് വാക്സിൻ. ഇത് കണ്ടുപിടിച്ചത് ലൂയി പാസ്ചറാണ്. റാബീസ് വാക്സിൻ കണ്ടുപിടിച്ച ആരാണ്? ലൂയി പാസ്ചർ. വേദനയില്ലാത്ത അവസ്ഥ അറിയപ്പെടുന്നത് അനാൽജസിയ എന്നാണ്. അതുപോലെ സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എഫാസിയ. വായിക്കാൻ കഴിയാത്ത അവസ്ഥ അറിയപ്പെടുന്ന അലക്സിയ എന്നാണ്. എഴുതാൻ കഴിയാത്ത അവസ്ഥയാണ് എഗ്രാഫിയ. ദഹനക്കേട് അറിയപ്പെടുന്നത് ഡിസ്പെപ്സിയ എന്നാണ്. വിശപ്പില്ലായ്മ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? അനോറെക്സിയ എന്നാണ്. ഉറക്കമില്ലായ്മ ഇൻസോംനിയ എന്നാണ് അറിയപ്പെടുന്നത്. ഉറക്കമില്ലായ്മ ഇൻസോംനിയ എന്നാണ് അറിയപ്പെടുന്നത്. മാൻഡോക്സ് ടെസ്റ്റ് അതുപോലെ ടൈൻ ടെസ്റ്റൊക്കെ നടത്തുന്നത് ക്ഷയരോഗ നിർണയത്തിന് വേണ്ടിയുള്ളതാണ്. അതുപോലെ TST ടെസ്റ്റും ക്ഷയരോഗത്തിൻ്റെതാണ്. വൈഡൽ ടെസ്റ്റ് ടൈഫോയിഡ് രോഗം കണ്ടുപിടിക്കാനുള്ളതാണ്. ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ രോഗം കണ്ടുപിടിക്കാനുള്ളതാണ്. ടൂർണിക്കറ്റ്
ടെസ്റ്റ് ഡെങ്കിപ്പനിക്കുള്ളതാണ്. എലിസ ടെസ്റ്റ്, PCR ടെസ്റ്റ്, വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ്, നേവ ടെസ്റ്റ് എന്നിവ എയ്ഡ്സ് രോഗം നിർണയത്തിനുള്ളതാണ്. VDRL ടെസ്റ്റ്, വാസർമാൻ ടെസ്റ്റ് എന്നിവ സിഫിലിസ് രോഗം കണ്ടുപിടിക്കാനുള്ളതാണ്. ഹിസ്റ്റാമിൻ ടെസ്റ്റും ലെപ്രിമെൻ ടെസ്റ്റും കുഷ്ഠരോഗം നിർണയത്തിനുള്ളതാണ്. പാപ്സ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ കണ്ടെത്തുന്നതിനുള്ളതാണ്. പാസ്മിയർ ടെസ്റ്റ് ഗർഭാശയ ക്യാൻസർ കണ്ടുപിടിക്കുക. ക്യാൻസർ കണ്ടുപിടിക്കുന്നതിന് പൊതുവെ നടത്തുന്ന ടെസ്റ്റ് ബയോപ്സി ടെസ്റ്റാണ്. സ്തനാർബുദം കണ്ടുപിടിക്കുന്ന ടെസ്റ്റ് മാമോഗ്രാഫി ടെസ്റ്റാണ്. വർണ്ണാന്തത ഇഷികാര ടെസ്റ്റിലൂടെയാണ് കണ്ടുപിടിക്കുന്നത്. മാലക്കണ്ണ് കണ്ടുപിടിക്കുന്ന റോസ് ബംഗാൾ ടെസ്റ്റിലൂടെയാണ്. ബിലുറിമിൻ ടെസ്റ്റ് മഞ്ഞപ്പിത്തമാണ്. DNA ടെസ്റ്റ് പിതൃത്വ പരിശോധനയ്ക്കുള്ളതാണ്. വീൽ ഫെലിക്സ് ടെസ്റ്റ് സ്ക്രബ് ടൈഫസ് കണ്ടുപിടിക്കുന്നതിനുള്ളതാണ്. പ്രധാന ഗവേഷണ സ്ഥാപനങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ നോക്കി പഠിക്കാവുന്നതാണ്. ഇതിൽ ദേശീയ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ കേരളത്തിലെ യൂണിറ്റ് സ്ഥിതി ചെയ്യുന്നത് ആലപ്പുഴയാണ്. കേരളത്തിൽ ആദ്യമായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് വൈറോളജി സ്ഥാപിതമായത് തോന്നയ്ക്കൽ ലൈഫ് സയൻസ് പാർക്കിലുമാണ്. ഇനി രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം പാത്തോളജി, അതുപോലെ പ്രധാനപ്പെട്ടത് വായിക്കാം. ഹൃദയ രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി, ത്വക്ക് രോഗങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെർമറ്റോളജി, മരുന്നുകളെക്കുറിച്ചുള്ള പഠനം ഫാർമക്കോളജി, മുറിവുകളെക്കുറിച്ചുള്ള പഠനം ട്രോമറ്റോളജി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. താങ്ക് യു.